അപ്പൊ നമ്മുടെ ഇന്നത്തെ സിനിമ മന്ദാകിനി. അതെ. ആ പേര് കേട്ടപ്പം സത്യമായിട്ട് ഞാൻ ആദ്യം വിചാരിച്ചിട്ട് എന്തൊരു പേരാന്ന്. അത് ഇത് ഇടാൻ പാടുണ്ടോ ആവോ? മന്ദാകിനി എന്നുള്ളത് സെയിം, അത് കാനഡയിലുള്ള ഒരു വാറ്റ്. അത് മലയാളി കപ്പിളാണ് കണ്ടുപിടിച്ചത്. എന്റെ പെർസ്പെക്റ്റീവിലുണ്ടല്ലോ, ഈ ത്രെഡ് എന്ന് പറയുന്നത് ഒരു ചെങ്ങായി കെട്ടുന്നു, ഫസ്റ്റ് നൈറ്റ് ആഘോഷിക്കാൻ ഭയങ്കര കൊതിയിൽ ചെല്ലുന്നു, അവൻ വിചാരിച്ചതുപോലെ നടക്കുന്നില്ല, അവന്റെ ഫസ്റ്റ് നൈറ്റ് ഈസ് ആക്ച്വലി എ റോളർ കോസ്റ്റർ. അതാണ് ഇതിന്റെ ത്രെഡ്. അതെന്താണ് ആ റോളർ കോസ്റ്റർ എന്നുള്ളതാണ് ആ പ്ലോട്ടുകൾ. ഒരു കന്നി സംവിധായകന്റെ പടം എന്നുള്ള നിലയിൽ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഇവിടെ. പക്ഷെ അങ്ങനെയാണെങ്കിൽ കന്നി പാട്ടല്ല, കുറച്ചു പടങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്ത ഒരു മനുഷ്യൻ, മേ ബി കുറച്ച് ആഡ്സ് ചെയ്ത ഒരാള്, അതെ, അങ്ങനെയൊക്കെ എന്തെങ്കിലും ചെയ്ത ഒരു കക്ഷി ചെയ്ത പോലെ ഫീൽ ചെയ്തിട്ടുള്ളൂ. പിന്നെ വേറൊരു സാധനം ഉണ്ട്, ഈ പടത്തിനകത്ത് ആദ്യമായിട്ട് പടം ചെയ്യുന്ന ഒരാളും ഇഷ്ടംപോലെ പടം ചെയ്ത 4 പേരും ഉണ്ട് വേറെ, അല്ലേ? ജൂഡ് ആന്റണി ജോസഫ് ഉണ്ട്, നായകൻ അൽത്താഫ്, പിന്നെ നമ്മുടെ ലാൽ ജോസ്, പിന്നെ ഒരാളെയും കൂടെ ഞാൻ കണ്ടായിരുന്നല്ലോ, എങ്ങനെ മറക്കും, ജിയോ ബേബി. പുള്ളിയല്ലേ ഈ മെയിൻ ത്രെഡിന്റെ ഭൂതാശാരി. എങ്ങനെ മറക്കും? അയ്യോ, കിടുക്കാച്ചി സംവിധായകന്മാര്. ജൂഡ് ആന്റണി നല്ല രസമുണ്ട്, അതെ, ചെറിയ പോർഷൻ ആണെങ്കിൽ നല്ല രസമായിട്ട് ചെയ്തു. നമ്മുടെ അമ്മ, സ്റ്റാർട്ടിംഗ് വിത്ത് അമ്മ, സ്ലോ മോഷനിൽ ഒരു നടന്നുള്ള ഒരു വരവ്, നമ്മുടെ ലാലേട്ടനും മമ്മൂക്കൊക്കെ വരുന്ന പോലത്തെ ഒരു സാധനം, നല്ല സ്ക്രീൻ പ്രസൻസ് ശരിക്കും ഇംപ്രസ് ആയി. ആദ്യമൊക്കെ സൈഡ് ക്യാരക്ടർ പുള്ളിക്കാരി, കാരണം വേറെ ഫീമെയിൽ റോൾസ് അവിടെ കളിക്കുന്നുണ്ട്. മറ്റേ ശരിക്കും ആ പരദൂഷണം ടീമുകള്, പരദൂഷണ ഇഷ്ടപ്പെട്ടില്ല കേട്ടോ, ഭയങ്കര CID, ഭയങ്കര ഓവർ. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടു, അതാണ് ക്യാരക്ടർ. ക്യാരക്ടറാണ്, അങ്ങനെയല്ല ആക്ട്രസ്, അതാണ് പുള്ളിക്കാരുടെ ക്യാരക്ടർ. അല്ലല്ല, പുള്ളിക്കാരിയെ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞാൽ ക്യാരക്ടറിനെ ഇഷ്ടപ്പെട്ടില്ല എന്നല്ല, ആ ക്യാരക്ടറിനെ ഒരു പോർട്രേ ചെയ്ത രീതി എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് പിടിച്ചില്ല. ഭയങ്കര ഓബിയസ് ആയിരുന്നു, ഷി വാസ് പ്ലേസ്ഡ് ടു സേ ലൈക്ക് ദാറ്റ് എന്നുള്ള രീതിയിൽ എനിക്ക് തോന്നിയേ. നമ്മുടെ പഴയ താരങ്ങളില്ലേ, ഈ മമ്മൂക്കയാണേലും ഇന്നസെന്റ് ആണേലും, അവരുടെ ശൈലി എല്ലാ കാലത്തും ഒന്ന് തന്നെയായിരുന്നു. ബട്ട് സ്റ്റിൽ ദേ മാനേജ് ടു മേക്ക് എസ് ലാഫ്. എനിക്ക് തോന്നുന്നു അൽത്താഫിന്റെ രീതി അത് തന്നെയാണെന്ന്. പുള്ളിക്കാരന് കൗണ്ടറുകളുണ്ട്, ഒരേ രീതിയാണ്, പക്ഷെ അടിക്കുന്ന സാധനത്തിന് നല്ല ടൈമിംഗ് ആണ്, ചിരി വരും. പക്ഷെ ഇതിനകത്തൊരു പ്രശ്നം, പുള്ളിക്ക് ആക്ച്വലി ഒരു ഡിഫറെന്റ് കൈൻഡ് ഓഫ് ഫോഴ്സിലേക്ക് പോകാൻ പറ്റുമോ എന്നുള്ളത്. പക്ഷെ ഇതിനകത്ത് ഒരു അല്പം സീരിയസ് ആയിട്ട് അദ്ദേഹം പറയുന്ന 2-3 സീൻ ഉണ്ടായിരുന്നു, അതെനിക്ക് കണക്ട് ആയിരുന്നു. എനിക്ക് സീരിയസ് ആയിട്ട് പറഞ്ഞാൽ കണക്ട് ആയത് ഇടയ്ക്ക് വന്നിട്ട് മറ്റേ എല്ലാരും അങ്ങനെ ഒരു ബഹളത്തിൽ നിൽക്കുമ്പോ അവിടുന്ന് ഒഴിഞ്ഞു മാറുന്ന ഒരു സീനാണ്, അത് ഭയങ്കരമായിട്ട് എനിക്ക് ഫീൽ ആയി. അത്രയും നേരം പുള്ളിക്കാരനൊരു പൊട്ടം കളിച്ച് കിടന്നിട്ട് ഈ വേണ്ട സമയത്ത് ആ സീരിയസ്നെസ് പറയുമ്പോൾ അതുണ്ട്. ആക്ച്വലി പുള്ളി അങ്ങനത്തെ ഒരു നല്ല റോള് കിട്ടണം. അതെ, നല്ല റോളിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് 2017 നമ്മുടെ ഞണ്ടുകളുടെ നാടല്ല, അങ്കമാലി ഡയറീസ് വരുന്നത്. ആ അങ്കമാലി ഡയറീസിൽ ഒരു പെരുമ്പാമ്പിന്റെ കഥയുമായിട്ട് വന്ന ചെങ്ങാതിയാണ് ഈ തട്ടിൽ ഡേവിഡ്. അദ്ദേഹത്തിന്റെ റോൾ ഇതിനകത്ത് അളിയനുണ്ണിയല്ലേ? അളിയനുണ്ണി വേറെ സാധനങ്ങളുണ്ട്. ഏത്? നമ്മുടെ ആട് ജൂവിനകത്ത് കൈപ്പഴത്തങ്കച്ചൻ. അതുണ്ട്, അതെ അതെ, അതാണ് അദ്ദേഹത്തിന് അന്നൊക്കെ ഒറ്റ സീനേ ഉള്ളൂ. ഇതൊരു ഫുൾ ഓൺ ക്യാരക്ടർ അല്ലേ, അതെന്ത് രസമായിട്ടാ പുള്ളി ചെയ്തത്. ഓൾമോസ്റ്റ് എല്ലാ സീനിലും ഉണ്ട്. സോ ബാബുരാജിന് സാൾട്ട് ആൻഡ് പെപ്പർ കൊടുത്തതുപോലെ ഈ പടം ഉണ്ണിയളിയൻ ഒരു ബ്രേക്ക് ആകുമെന്നാണ് എന്റെ ഒരു വിശ്വാസം. ശരിക്കും നല്ല റേഞ്ച് ഉണ്ട്, നല്ല റേഞ്ച്. അതായത് മറ്റേ ആ കോമഡി നല്ല രീതിയാണ്, മറ്റേ ലാസ്റ്റ് ഒരു മാസം അതും കോഴിക്കുഞ്ഞിനെ പൊക്കിയെടുക്കുന്ന പോലത്തെ ഒരു സാരമില്ല. അതൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. മറ്റേ ജാഫ്രിഡിക്കിനെ പിന്നെ ഉറക്കത്തിൽ നിന്ന് വിളിച്ചാലും ചെയ്യാൻ പറ്റുന്ന പോലത്തെ ഒരു റോളായിരുന്നു. ആക്ച്വലി നമുക്ക് തന്നെ ലാസ്റ്റില് സ്ക്രീനിൽ കയറി പൊട്ടിച്ചാലും തോന്നിപ്പോകും, ആ ലെവലാണ് പുള്ളി കാണിച്ചു. നല്ല ചോറി. സത്യം പറഞ്ഞ പടം മൊത്തത്തില് നന്നായിട്ട് ചിരിച്ചു കേട്ടോ. ശരിക്കും ചിരിച്ചു ആക്ച്വലി. കാരണം ഞാൻ ഉപചാരപൂർവ്വം ഗുണ്ടാചാരം എന്ന് പറഞ്ഞ നമ്മുടെ സൈജു ഗ്രൂപ്പിന്റെ പടമുണ്ട്, അത് നടക്കുന്ന ഇത് 2 ദിവസത്തെ സ്റ്റോറിയാണ്, കല്യാണ വീട്ടിലെ 2 ദിവസത്തെ സ്റ്റോറിയാണ്. അതും ഇതുപോലത്തെ പടം കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, അത് OTT കിടപ്പുണ്ട്, OTT വാച്ചാണ് അത്. പക്ഷെ അതില് ഇതേപോലെ കുറെ കൊമന്റ്സ് കണക്ട് ചെയ്ത് ശരിക്കും പറഞ്ഞാൽ തീ കൊടുക്കുന്നു, പൊട്ടി മാർപ്പടക്കം പോലെ അങ്ങനെ. ഈ മൂവി അതുപോലെ തന്നെയാണ്, കുറെ മൊമെന്റ്സ് ഇങ്ങനെ ചേർത്ത് കണ്ടു. എനിക്ക് ജോണ്ട് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് മറ്റേ സൈജു കുറുപ്പിന് തൂറാൻ പറ്റുന്നോടില്ലേ, ജനമൈത്രി എനിക്ക് അവിടെ ഇഷ്ടമാണ്, ഭയങ്കര എനിക്ക് ഈ പടമൊക്കെ ആ ഒരു രീതിയാണല്ലോ, ഇത്രയ്ക്ക് സമയത്തിനുള്ളിൽ നടക്കുന്ന കഥ. പിന്നെ ആ ഒരു സാധനം വെച്ചിട്ട് എനിക്ക് ഇങ്ങനത്തെ മൂവീസ് ഭയങ്കര ഇഷ്ടമാണ്. അതിൽ ഇത് പൊളിക്കുകയും ചെയ്തു. ശ്രീ എത്രത്തോളം ശുചിത്വ വാസമാണ്, അതൊക്കെ നമ്മൾ യൂട്യൂബിൽ വൈറലാക്കണം. ഞാനും പറയാൻ ഉദ്ദേശിക്കുന്നില്ല.
സുജിത് വാസു അടിപൊളിയായിരുന്നു അല്ലേ? ഗണപതി എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല മികച്ച ഫ്രോഡ്. എന്നുവെച്ചാൽ മറ്റേ അവിടെ പാലും പഴവും കൈകളും എന്തി തുടങ്ങിയിട്ട് ഇപ്പൊ എവിടെപ്പോയാ നിൽക്കുന്നുള്ള നല്ല ചുള്ളനാണ്, ചുള്ളനാണ്, കാണാൻ ഭയങ്കര നല്ല രസം. ആക്ച്വലി ഈ പടമൊക്കെ ഓടണം കേട്ടോ. ഈ പടമൊക്കെ ഇച്ചിരി കൂടെ ഒന്ന് മന്ദാകിനി എന്നുള്ള പേര് തിരിച്ചടിച്ചോന്ന് എനിക്ക് സംശയമുണ്ട്. ആർക്കും മനസ്സിലായില്ല എന്ന് തോന്നുന്നത്. നമ്മളെ പോലെ കുടിയന്മാർക്ക് പോലും ക്ലിക്ക് ചെയ്യാൻ ഇച്ചിരി സമയം എടുത്തില്ലേ? മന്ദാകിനി കാര്യം തന്നപ്പോ എനിക്ക് മനസ്സിലായതാണ്. പക്ഷെ എനിക്ക് ഐ തോട്ട് ലൈക്ക് ബോബിക്ക് അറിയായിരിക്കും. ബോട്ടിൽ കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അന്നേരമാണ് എനിക്ക് കണക്ട് ആയത്. അത് കാനഡ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഓക്കെ. പക്ഷെ പടം കാണുന്നതിന് മുമ്പ് ഒരുത്തിന് എങ്ങനെ മനസ്സിലാവും ഇത് അതാണെന്ന്? അതൊരു ശരിയാ. അന്നേരം കേൾക്കുമ്പോ ഒരു ഇച്ചിരി ഏജ് ഓൾഡ് ആയിട്ടുള്ള ഒരു പേര് പോലെ ഒരു ഇച്ചിരി അങ്ങനെ ക്രിഞ്ച് അടിച്ചായിരുന്നു ആ പേര്. ഞാൻ ആക്ച്വലി മന്ദാകിനി എന്നുള്ള പേര് ഇതിൽ കണ്ടപ്പോഴത്തേക്ക്, പിന്നെ മറ്റേ ഇടയ്ക്ക് ഡ്രൈവർ സ്കൂൾ വണ്ടി കണ്ടപ്പോഴത്തേക്ക് പഴയ പ്രീമിയർ പത്നി മന്ദാകിനി ഒരു പേരുണ്ടല്ലോ ഇട്ടേക്കുന്നത്. ഇതോറില്ല അത് വലിയ എനിക്ക് കണ്ടിട്ട് അങ്ങനെ ചിന്തിച്ചായിരുന്നു. പക്ഷെ സ്റ്റിൽ അത് കിട്ടും. പക്ഷെ ആ പടം കണ്ടപ്പോൾ മനസ്സിലായി ഇതാണെന്നുള്ളത്. പക്ഷെ പടം കണ്ടാലേ മനസ്സിലാവൂ. അല്ലെങ്കിൽ പിന്നെ ട്രെയിലറിലുണ്ടോ എന്ന് എനിക്കറിയില്ല. ട്രെയിലർ ഇതിലൊന്നും ട്രെയിലർ കണ്ടിട്ടില്ല. ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ഒരു ട്രെയിലർ കണ്ടില്ലായിരുന്നു ഇതിനകത്ത്. ഇത് ആക്ച്വലി ഇതിപ്പം ഇത് ഓടണം, ഇങ്ങനത്തെ ഒരു പടം ഓടണം എന്ന് തോന്നുന്നു എന്ന് പറഞ്ഞപ്പോഴത്തേക്കാണ് ശരിക്കും എനിക്ക് മറ്റേ നമ്മുടെ തലവന്റെ കാര്യത്തിൽ എനിക്ക് അത് ഫീൽ ചെയ്തത്. തലവൻ സങ്കടമായിപ്പോയി. അതുപോലൊരു പടം എന്തുകൊണ്ട് ഓടിയില്ല എന്നുള്ളത് ഭയങ്കര വിഷമമായി. കേരളത്തിൽ അത് ഓടിയാൽ മതിയായിരുന്നു. കേരളത്തിൽ ഇപ്പൊ റണ്ണിങ് ആണല്ലേ? ആക്ച്വലി മികച്ച പടങ്ങൾക്ക് ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടുള്ള മാർക്കറ്റിംഗ് ഉണ്ടെങ്കിലേ ഓടത്തുള്ളൂ. ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടുള്ള പേഴ്സണാലിറ്റി ഉള്ള ബിലോ ആവറേജ് പടങ്ങൾക്ക് ബിലോ മാർക്കറ്റിംഗ് ആണെങ്കിൽ ഓടുന്നുണ്ട്. അതാണ് ഇപ്പൊ ടർബോയ്ക്കും തലവനും മന്ദാകിനിക്കും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണല്ലോ ഈ സൂപ്പർ സ്റ്റാർസിന്റെ വാല്യൂ. അവരൊരു പടം ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ വാല്യൂ തന്നെ പടം ഓടിക്കും. അതെ, ജിയോ ബേബിയുടെ റോള് പോസ്റ്റ് പിടിച്ച മനുഷ്യൻ അത്രയൊക്കെ മനുഷ്യർ പോസ്റ്റ് പിടിക്കുമെന്ന് തോന്നി പോയി കേട്ടോ. അല്ല, പക്ഷെ അത് നല്ല ഒറിജിനായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ആ സാധനം. അത്രയും പോസ്റ്റ് പിടിക്കുന്നത് ശരിയാ. ജിയോ ബേബി വളരെ നാച്ചുറൽ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അയാളല്ലേ ഈ നാച്ചുറൽ മൂവീസ് എടുക്കുന്ന ആളാണല്ലോ. അയാൾ അഭിനയം അങ്ങനെ തന്നെ വന്നു. അനാർക്കലി മരക്കാറ് പുള്ളിക്കാരെ പറ്റി ഒന്നും പറഞ്ഞില്ലല്ലോ. അനാർക്കലി മരക്കാർ ആക്ച്വലി രസമാണ്, കാണാൻ രസമുണ്ട്, നല്ല അഭിനയമാണ്. ആദ്യം എനിക്ക് തോന്നി മറ്റേ ഇത് കഴിഞ്ഞിട്ടുള്ള ആ ഒരു സീക്വൻസുകളുണ്ടല്ലോ, അപ്പൊ അത് പക്ഷെ ഓവറായി പോകുമെന്ന് തോന്നി. അത്ര എളുപ്പമല്ല അത് കൺട്രോൾ നിർത്താൻ അത് പോയാൽ ഒരുപാട് പോകും. അതെ, ഓവർ നമുക്ക് വരമ്പത്തൂടെ പോകുന്ന ടൈപ്പ് റോളാണ്. പുള്ളിക്കാരി നല്ല രീതിയിൽ അത് മാനേജ് ചെയ്ത് പോയി. അത് കഴിഞ്ഞിട്ട് പിന്നെ ശരിക്കും പറഞ്ഞാൽ ഇതിനകത്ത് കണ്ടിന്യൂറ്റി എനിക്ക് ഇഷ്ടപ്പെട്ടു എല്ലാ ക്യാരക്ടേഴ്സിന്റെയും. അതായത് അവള് ജീവ പൊക്കോണ്ടിരിക്കുന്ന ഒരു സോബറായിക്കൊണ്ടിരിക്കുക. അതെ അതെ, ആക്ച്വലി ആ ഗ്രാഫ് ഇല്ലേ, നല്ല രസമാണ്. ലാസ്റ്റ് ചെന്ന് അവിടെ നിൽക്കുമ്പോഴത്തേക്ക് ഷീ സോബർ. അതെ, അത് കഴിഞ്ഞിട്ടാണ് പുള്ളിക്കാരി ശരിക്കും റിയാക്ട് ചെയ്യുന്നത്. അപ്പൊ അത് ഭയങ്കര ഇഷ്ടപ്പെട്ടു ആ സാധനം. ഡെഫിനറ്റ്ലി ഒരു തിയേറ്റർ വാച്ചാണ് ഈ മൂവി. നമുക്ക് ആക്ച്വലി നമ്മുടെ കൂട്ടുകാരുടെ ആണെങ്കിലും വീട്ടുകാരുടെ ആണെങ്കിലും, എനിക്ക് സത്യം പറഞ്ഞ വീട്ടുകാരൊന്ന് കൊണ്ടുപോകണമെന്നുണ്ട്. അവര് ചിരിക്കും, എന്റെ പിള്ളേർ എന്താണെങ്കിലും ചിരിക്കും. അവർക്ക് ഇഷ്ടപ്പെടും, ഉറപ്പായിട്ടും അവർക്ക് ഇഷ്ടപ്പെടും. അവരെങ്ങനെയാണെന്നറിയോ, ഓരോ പടം കാണുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എന്റെ മോസ്റ്റ് ഫേവറേറ്റ് മൂവീസിൽ ടോപ്പ് 1 ഇതാണ്, പിന്നെ ബാക്കി അതിന് മുമ്പ് കണ്ടത്. അവർക്ക് റീസെന്റ് ആയിട്ടുള്ളതായിരിക്കും എപ്പോഴും ടോപ്പ് 1 ഇഷ്ടപ്പെട്ട. അപ്പോ ശ്രീ ആണെങ്കിലും ഏണിംഗ് ആയിട്ടുള്ള ഒരു IT പ്രൊഫഷണലാണ്. ഈ യൂട്യൂബിൽ നിന്ന് കിട്ടിയ വരുമാനം കൊണ്ട് വേണ്ട നമുക്ക് കുടുംബം പുലർത്താൻ. ഞാനാണെങ്കിലും അത്യാവശ്യം കാശ് കിട്ടുന്ന പണിയെടുക്കുന്ന ഒരു മനുഷ്യനാണ്. ഒരു സെക്കൻഡറി ഇൻകം ആയിട്ട് നമ്മൾ ഈ ചാനലിൽ ഉദ്ദേശിച്ചിട്ടില്ല. നമുക്കിതൊരു രസമാണ്. നമ്മുടെ ഈ രസത്തിൽ നമ്മൾ കുറച്ചുപേരെയും കൂടെ കൂട്ടുന്നു എന്നുള്ളേ ഉള്ളൂ. ആരെയും നെഗറ്റീവ് അടിക്കാനൊന്നും നമ്മൾ ശ്രമിക്കുന്നില്ല. പക്ഷെ നമുക്കൊരു സാധനം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല എന്ന് തന്നെ നമ്മൾ പറയും. അത് ഒരു ഫാൻസ് കുത്തിമറിഞ്ഞ് കളിച്ചാലും നമ്മൾ അത് മാറ്റി പോകുന്നില്ല. ആര് നമുക്ക് കാശ് തരാന്ന് പറഞ്ഞാലും ചിലപ്പോൾ കാശ് പിടിച്ച് നമ്മൾ കൂട്ടടിച്ചേക്കാം. എന്നാലും നമ്മൾ തോന്നുന്നതേ പറയത്തുള്ളൂ. കാശ് തരാൻ പ്ലാൻ ഉള്ളവർ അങ്ങനെ വിചാരിച്ചിട്ട് കാശ് തരേണ്ടതാണ്. സോ അതും കൂടെ ഒന്ന് പറയണമെന്ന് എനിക്ക് തോന്നി. നമ്മുടെ ഒരു സ്റ്റാൻഡ്. പിന്നെ ക്യാഷ് നമ്മുടെ ഫസ്റ്റ് വീഡിയോയിൽ ടീഷർട്ട് തന്നെ ഉണ്ട്. അതെ അതെ, ആർക്കെങ്കിലും റെഫറൻസ് വേണമെങ്കിൽ ആ ഫസ്റ്റ് വീഡിയോ ടീഷർട്ട് ഒന്ന് നോക്കിയാൽ. അപ്പോൾ ഈ വീഡിയോയും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അടിക്കുക. താങ്ക് യു.